ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ ആത്മദാനങ്ങളെക്കുറിച്ചുള്ളതായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ആർക്കാണ് ആത്മദാനം പ്രാപിപ്പാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ചുള്ളതായ കാര്യമാണ് രണ്ടാഴ്ചയിൽ പറയുവാനിടയിൽ തീർന്നത്. ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ പറഞ്ഞത് ഈ ലോകത്തോട് അനുരൂപപ്പെടാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുന്നവർക്കാണ് അത് സാധ്യമാകുന്നത് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് ക്രിസ്തുവിൽ ഏകാഗ്ര ഹൃദയത്തോടായിരിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാൻ കഴിയുന്നത് എന്ന് പറയുവാനിടയിൽ തീർന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, എന്തിനു വേണ്ടിയാണ് ദൈവം തൻ്റെ കൃപ തൻ്റെ ജനത്തിന് പകരുന്നത് എന്നതാണ് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുള്ളതായ ഒരു പദമാണ്, നമ്മളെല്ലാവരും ഒരു ബാറ്റിൽ ഫീൽഡിലാണ് എന്നുള്ളതായ കാര്യം. യുദ്ധകളത്തിലാണ്. വീണ്ടും പ്രാപിച്ചതായ എല്ലാ ദൈവമക്കളും ഒരു യുദ്ധകളത്തിലാണ് ആയിരിക്കുന്നത്. നമ്മളൊരു കളിക്കളത്തിലല്ല, യുദ്ധകളത്തിലാണ്. ആ യുദ്ധം നമ്മളുടെ ജീവിതം അവസാനിക്കുന്നത് വരെ, അഥവാ കർത്താവിൻ്റെ കാഹളധ്വനി വരെ അതുണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നതായ കാര്യം. അങ്ങനെയെങ്കിൽ ആ യുദ്ധത്തിൽ എങ്ങനെയാണ്, ഹൗ ഡു വി ഫൈറ്റ്, എങ്ങനെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. യുദ്ധത്തിന് പോകുന്ന ആളുകൾ പ്രത്യേകം ട്രെയിനിങ് പ്രാപിച്ചതായ ആളുകളായിരിക്കും. കപ്പക്കാലായിൽ കളച്ചുകൊണ്ട് ആളുകളെ പിടിച്ച് യുദ്ധത്തിന് കൊണ്ടുപോകുന്നതായ രീതി എങ്ങും കേട്ടിട്ടില്ല. പകരം സൈന്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ശരിയായ ശിക്ഷണം, ശരിയായ പരിശീലനം അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. വളരെ ടഫായിട്ടുള്ളതായ പരിശീലനമാണ് അവർക്ക് 6 മാസമോ 1 വർഷമോ 2 വർഷമോ ഒക്കെ അവർക്ക് ലഭിക്കുന്നത്. യുദ്ധമില്ല എങ്കിൽ പിന്നീടുള്ള കാലം അവർക്ക് കുറച്ച് ഈസി ആയിട്ട് പോകും. യുദ്ധം വരുമ്പോൾ പിന്നെയും അവർക്ക് പല വിധത്തിലുള്ളതായ കാഠിന്യങ്ങൾ നേരും. അതാണ് ലോകത്തിൻ്റെതായ തത്വം. എന്നാൽ ഒരു ക്രിസ്തീയ ഭടനെ സംബന്ധിച്ചിടത്തോളം പരിശീലന കാലം വളരെ ഈസിയാണ്. പക്ഷെ ഫീൽഡിൽ ചെല്ലുമ്പോഴാണ് അങ്ങനെയുള്ളവരെന്ത് ചെയ്യുന്നതെന്നറിയാമോ? വളരെയധികം ചോദനകൾ, പരീക്ഷകൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ലോകത്തിൻ്റെ പഠനം ക്രിസ്തുവിൻ്റെ പഠനം തമ്മിലുള്ളതായ വ്യത്യാസം. ദൈവം നമ്മളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ കർത്താവിൻ്റെ പോർക്കളത്തിൽ അടരാടാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും വളരെ വലിയ ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. നമ്മൾക്കറിയാൻ സാധിക്കും, എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതിയോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മൾക്ക് യുദ്ധത്തിൽ എങ്ങനെയാണ് അടരാടേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ പരാജയപ്പെടും. ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തിയതുപോലെ, ഒരു പരിശീലനവുമില്ലാത്ത, ഒരു പരിചയമില്ലാത്ത ഒരാളിനെ യുദ്ധക്കളത്തിൽ കൊണ്ടുപോയാൽ എപ്പോൾ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം ചോദിച്ചാൽ മതി. ആയതുകൊണ്ട് നമ്മളെല്ലാവരും യുദ്ധക്കളത്തിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ശരിയായ യുദ്ധാഭ്യാസം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ദൈവം നമുക്ക് കൃപകളെ തന്നത്, ഒരു ലേഖനം വായിക്കുമ്പോഴും മറ്റ് വേദഭാഗങ്ങൾ പഠിക്കുമ്പോഴൊക്കെയും ഓരോരുത്തർക്കും ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ ദാനങ്ങളെ നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ലേഖനം 12-ാം അധ്യായത്തിലും റോമലേഖനം 12-ാം അധ്യായം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം, അതിലൊക്കെ വിവിധ വരങ്ങളെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. വീണ്ടും അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് പറയാം, ദൈവം അനുവദിക്കുന്ന പക്ഷം. അപ്പോഴേ നമ്മൾ അവിടെയെല്ലാം മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഓരോരുത്തർക്കും ദൈവം എന്ത് ചെയ്തിരിക്കുന്നു, ദാനം നൽകിയിരിക്കുന്നു എന്നുള്ളത്. ഇനി എന്തിനാണ് ഈ ദാനം നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശത്രുവിനോട് പോരാടുന്നതിന് വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ഈ ദാനം ദൈവം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വരങ്ങൾ, ആത്മീയ വരങ്ങൾ ദൈവം നൽകിയിരിക്കുന്നത് ശത്രുവിനോട് പോരാടുവാൻ വേണ്ടിയാണ്, ശത്രുവിനോട് ജയിക്കുവാൻ വേണ്ടിയാണ്.
നമ്മളിവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, നമ്മൾക്ക് പോരാട്ടമുണ്ട് എന്നാണ് പറയുന്നത്. അത് നമ്മൾക്കുള്ള പോരാട്ടം എന്ന് പറയുന്നത് ജഡരക്തങ്ങളോടല്ല, പിന്നെന്താ, വാഴ്ചകളോട്. ഈ ലോകത്തിൻ്റെ വാഴ്ച, ഈ ലോകത്തെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നതായ അന്ധകാരം, ഡാർക്ക്നെസ്, ആ അന്ധകാരത്തോട്, ആ വാഴ്ചയോട്, ഈ ലോകത്തിൻ്റെ അധികാരത്തോട്, ദുഷ്ടാത്മസേനയോടുമാണ് നമുക്കെന്ത് പോരാട്ടമുള്ളത്. അപ്പോൾ അവിടെ പോരാടണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ആയുധം വേണം. ആ ആയുധത്തെക്കുറിച്ചുള്ളതായ വ്യക്തമായ അറിവ് നമുക്കില്ല എങ്കിൽ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതായ അറിവ് നമുക്കില്ലാത്തതാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? യുദ്ധത്തിൽ പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ ശത്രുവിൻ്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടുവാനുള്ളതായ കാരണമെന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ആയുധം തന്നിട്ടുണ്ട്. പക്ഷേ ഹൗ ടു ഓപ്പറേറ്റ്, ഹൗ ടു ഫങ്ഷൻ എന്നുള്ള കാര്യം നമുക്ക് എന്തില്ല, നമുക്കറിയാൻ വയ്യാത്തതാണ് ഒരു നല്ല ശതമാനം ആളുകളുടെയും പരാജയത്തിൻ്റെ കാരണം. നമ്മൾ നാളുകളായിട്ട് ദൈവസഭയുടെ അംഗങ്ങളാണ്, ആരാധനയ്ക്ക് പങ്കെടുക്കുന്നവരാണ്, ശത്രുവിനോട് പോരാടുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ളതായ ആയുധം എപ്രകാരം വിനിയോഗിക്കണം, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ളതായ അറിവ് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെ യുദ്ധം ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് ശരിയായ അറിവുണ്ടായിരിക്കണം. ഈ ലോകത്തിലെ സൈന്യത്തിന് അവർക്ക് അവരുടെ ബാറ്റിൽ ഫീൽഡിലേക്ക് പോകുമ്പോൾ അതിന് പ്രത്യേക സ്ട്രാറ്റജി ഉണ്ട്, എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന്. അതിന് എങ്ങനെയാണ് ശത്രു യുദ്ധം എന്നതിനെക്കുറിച്ചുള്ള ആ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? സർപ്രൈസ് അറ്റാക്ക്. ഈ ലോകത്തിലെ പട്ടാളം അല്ലെങ്കിൽ ഈ സൈന്യം യുദ്ധകളത്തിൽ ചെല്ലുമ്പോൾ അവർ നേരിടുന്ന കാര്യം, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ആ സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ തന്ത്രം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സർപ്രൈസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അറ്റാക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു നനച്ചിരിക്കാത്തപ്പോൾ, അല്ലെങ്കിൽ എതിർ സൈന്യം നനച്ചിരിക്കാത്തപ്പോൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളതായ സമയമില്ല, അല്ലെങ്കിൽ ഒരുങ്ങുവാനുള്ള സമയമില്ല. മനസ്സിലായോ? ഒന്നാമത്തെ തന്ത്രം അതാണ് അവർ ചെയ്യുന്നത്, സർപ്രൈസ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുങ്ങി ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? റെസിസ്റ്റ് ചെയ്യും, തടയും. പക്ഷേ ഒരുങ്ങാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? അല്ലെങ്കിൽ അത്ര ഒരുക്കമില്ലാതിരിക്കുമ്പോഴാണ് ശത്രു എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ഈ അറ്റാക്ക് ചെയ്യുമ്പോൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുതന്നെയാണ് നമ്മളോടുള്ള ബന്ധം. ക്രിസ്തീയ ലോകത്തിലും അല്ലെങ്കിൽ ക്രിസ്തീയ മണ്ഡലത്തിലും ശത്രു നമ്മളോട് യുദ്ധം ചെയ്യുന്നത് നമ്മൾ വീക്കാകുമ്പോഴാണ്, നമ്മൾ ക്ഷീണിക്കുമ്പോഴാണ്, നമ്മൾ ലേസിയാകുമ്പോഴാണ്, നമ്മൾക്ക് ബലഹീനത ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നതെന്നറിയാമോ? നമ്മൾ ഒരുക്കപ്പെടാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ശത്രു നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസെപ്ഷൻ, അതായത് വഞ്ചിക്കുക, നമ്മളെ വഞ്ചിക്കുക. ഇത് തന്നെയാണ് എവിടെയും സംഭവിച്ചത്? ഏദനിൽ സംഭവിച്ചത്. അതിപ്പോഴും അവൻ എന്ത് ചെയ്തിട്ടില്ല? ആ തന്ത്രം, ആ സ്ട്രാറ്റജി അവൻ എന്ത് ചെയ്തിട്ടില്ല? വിട്ടുകളഞ്ഞിട്ടില്ല. ഇപ്പോഴും ഉപയോഗിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ യുദ്ധകളത്തിൽ ചെല്ലുമ്പോൾ അവരുപയോഗിക്കുന്നതായ രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിസെപ്ഷൻ, അല്ലെങ്കിൽ വഞ്ചിക്കുക, മിസ്ലീഡ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈന്യത്തിലെ സൈന്യം തമ്മിൽ, അല്ലെങ്കിൽ സൈന്യാധിപന്മാർ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്യുക, മിസ്ലീഡ് ചെയ്യുക, തെറ്റായ ആശയം എന്ത് ചെയ്യുക? പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തെറ്റായ ആശയങ്ങൾ കൊടുത്ത് കമ്മ്യൂണിക്കേഷൻ ഉള്ളതായ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. നമ്മുടെ ചിന്തിച്ച് നോക്കിയേ, നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? പ്രാർത്ഥനയിൽ കൂടെ, ആത്മാവിൽ കൂടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞേ? ദൈവത്തോട് സംസാരിക്കുന്നു. നാം ദൈവത്തോട് സംസാരിക്കുന്നതായ, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ ആ കമ്മ്യൂണിക്കേഷൻ അതിനെന്ത് വരുത്തുന്നു അറിയാമോ? പിശാച് എന്ത് വരുത്തുന്നു? വിഘ്നം വരുത്തുന്നു, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് അകലുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറയുമ്പോൾ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ ബന്ധം കുറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. നമ്മളെ മിസ്ലീഡ് ചെയ്യുക, നമ്മളെ എന്ത് ചെയ്യുക? പിശാച് വഞ്ചിക്കുക ചെയ്യുന്നത്. അത് നമ്മളുടെ ജീവിതത്തിൽ നാം തിരിച്ചറിഞ്ഞുവെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ?
ശത്രുവിനോട് ജയിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ആകാത്തപ്പോൾ, നമ്മൾ ഒരുങ്ങാതിരിക്കുമ്പോൾ നമ്മളെ എന്ത് ചെയ്യുക, സഡനായിട്ട് അറ്റാക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ എന്ത് ചെയ്യുക, വഞ്ചിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ് പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പ്രധാനമായിട്ട് നമ്മൾ ആശയവിനിമയം ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ നമ്മളായിരിക്കുമ്പോൾ, പ്രാർത്ഥനാ ജീവിതത്തിൽ നാം ബലപ്പെടുമ്പോൾ, ശക്തിപ്പെടുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നറിയാമോ, ശത്രുവിനെ എതിർത്ത് നിൽക്കുവാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറയുമ്പോൾ, നമ്മൾ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോൾ, ആ റിലേഷൻഷിപ്പ് കുറയുമ്പോൾ ശത്രുവിന് പെട്ടെന്ന് നമ്മളെ എന്ത് ചെയ്യാൻ കഴിയും, കീഴ്പ്പെടുത്തുവാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക, യുദ്ധകളത്തിലായിരിക്കുന്നതായ ഒരു സൈന്യം, ആ സൈന്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയം വിനിമയം ചെയ്തുവെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവരുടെ കമാൻഡർ ഇൻ ചീഫ് കൊടുക്കുന്നതായ ആ കൽപ്പന അല്ലെങ്കിൽ ആ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്തുവെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സജ്ജരായിട്ട് നിന്നിട്ട് ശത്രുവിനോട് റെസിസ്റ്റ് ചെയ്യാൻ, എതിർത്ത് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കുക. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, സൈന്യങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഓരോ സൈന്യത്തിനും അവരവരുടേതായ കോഡ് ഭാഷകളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ യൂണിവേഴ്സലായിട്ടുള്ള ലാംഗ്വേജ് അല്ല അവിടെ അവർ ഉപയോഗിക്കുന്നത്, യുദ്ധത്തിന് ഉപയോഗിക്കുന്നത്. ഓരോ സൈന്യത്തിനും, ഓരോ രാജ്യത്തിൻ്റെ സൈന്യത്തിനും എന്തുണ്ടെന്നറിയാമോ, കോഡ് ഭാഷയുണ്ട്. അത് വേറെ ആർക്കും മനസ്സിലാക്കാൻ കഴിയത്തില്ല, ആ സൈന്യത്തിലുള്ള ആളുകൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് വേദവചനം നമ്മെ പഠിപ്പിക്കുന്നു. അത് കേൾക്കുന്ന വ്യക്തിക്കും അറിയത്തില്ല, സംസാരിക്കുന്ന വ്യക്തിക്കും അറിയത്തില്ല. പകരം ആർക്ക് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ, ദൈവത്തിന് മാത്രം. ദൈവം നമ്മോട് സംസാരിക്കുന്നു, നാം ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവത്തിന് മാത്രം അത് മനസ്സിലാകുന്നുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ആ കോഡ് ഭാഷ, ഈ കോഡ് ഭാഷ പോലും കൺവേ ചെയ്യാതിരിക്കാത്ത കോണമാണ് എന്തുണ്ടാക്കുന്നതെന്നറിയോ, ഗ്യാപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് പിശാചും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ സ്ട്രാറ്റജി, തന്ത്രം എന്ന് പറയുന്നത്. നമ്മളും ദൈവവും തമ്മിൽ ആത്മാവിൽ ഐക്യമാകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നറിയോ, അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ആത്മാവിൽ പ്രാർത്ഥിപ്പാനാണ് ദൈവവചനം യൂദായുടെ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്, ഇല്ലേ? അങ്ങനെയെങ്കിൽ അന്യഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം നമ്മോട് സംസാരിക്കുകയും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് എന്തുണ്ടാകുന്നത്, ദൃഢതയുണ്ടാകുന്നത്, ആത്മീയ ബന്ധം ദൃഢപ്പെടുന്നത്. എന്നാൽ പ്രാർത്ഥനാ ജീവിതം കുറയുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധം കുറയുമ്പോൾ, ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ബുദ്ധി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനിടയിൽ തീരും. ബുദ്ധി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവിടെ സംഭവിക്കുന്നത്, പിശാച് നമ്മുടേതായ കാര്യങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ, മനസ്സിലാക്കുവാനിടയിൽ തീരും. നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി നടക്കുന്നില്ല, നമ്മുടെ വിഷയങ്ങളെ പിശാച് മനസ്സിലാക്കുകയും അത് അവൻ തടയുകയും ചെയ്യും, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കുവാനിടയിൽ തീരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി തീരണം. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ആത്മാവിൽ വളരുവാൻ കഴിയത്തുള്ളൂ, അവിടെ നമുക്ക് ശത്രുവിനോട് ജയിക്കുവാൻ കഴിയത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറഞ്ഞാൽ ഭിന്നിപ്പിക്കുക, കീഴ്പ്പെടുത്തുക. ഈ സൈന്യത്തെ എന്ത് ചെയ്യുക എന്നറിയാമോ, ശത്രു ചെയ്യുന്ന കാര്യമാണ്. സൈന്യത്തെ എന്ത് ചെയ്യുക, സൈന്യത്തെ തമ്മിൽ ഓരോ ബറ്റാലിയനെയും എന്ത് ചെയ്യുക, അവരെ ആ യൂണിറ്റ് തമ്മിൽ എന്ത് ചെയ്യുക, ഭിന്നിപ്പിച്ച് ചിതറിച്ച് കളയുക, എന്നിട്ട് കോൺകർ ചെയ്യുക, എന്നിട്ട് കീഴടക്കുക. പിശാച് ചെയ്യുന്നത് എന്താണ്, ഇതുതന്നെയാണ് ചെയ്യുന്നത്. ദൈവസഭയിൽ, ദൈവജനത്തിൻ്റെ ഇടയിൽ എന്തുണ്ടാക്കുന്നു, ഡിവിഷൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവൻ എന്നാ ചെയ്യുന്നു, അവൻ കോൺകർ ചെയ്യുന്നു, അവൻ കീഴ്പ്പെടുത്തുന്നു, അവൻ്റെ അധികാരം സ്ഥാപിക്കുന്നു. നമ്മളിത് നന്നായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നറിയൂ, നമുക്ക് യുദ്ധത്തിൽ പോരാടുവാൻ കഴിയത്തുള്ളൂ. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും എന്ത് ചെയ്യാനാണ് പറഞ്ഞേ. അപ്പോൾ അവസാന നിമിഷങ്ങളിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളോടുള്ള വാണിംഗ് എന്ന് പറയുന്നത്, കർത്താവിൻ്റെ അമിത ബലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ശക്തിപ്പെടണം. പിശാചിൻ്റെതായ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവൻ ഉപയോഗിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുക, ഇത് ഹൃദയത്തിൽ മനസ്സിലാക്കി വെക്കുക. ദൈവമക്കളെല്ലാവരും ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ലോകത്തിൻ്റെതായ പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ സ്ട്രാറ്റജിയും നമ്മൾ ചെയ്യുന്ന യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജിയും ഏകദേശം ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ അവൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്, സർപ്രൈസായിട്ട് അറ്റാക്ക് ചെയ്യുക. നമ്മൾ ഒരുങ്ങാതിരിക്കുമ്പോൾ, നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യുക, കീഴ്പ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിസെപ്ഷൻ, നമ്മളെ വഞ്ചിക്കുക. നമ്മൾ ദൈവവുമായിട്ടുള്ളതായ കമ്മ്യൂണിക്കേഷനിൽ എന്തുണ്ടാക്കുക, വിഘ്നം വരുത്തുക, ഗ്യാപ്പ് ഉണ്ടാക്കുക. അവിടെ അവൻ എന്ത് ചെയ്യുന്നു, ചിതറിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുക, കോൺകർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നത ഉണ്ടാക്കുക. ആ ഭിന്നതയിൽ കൂടെ ജനം മയങ്ങുമ്പോൾ, ഉറങ്ങുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ, തളരുമ്പോൾ, പരാജയപ്പെടുമ്പോൾ അവൻ എന്ത് ചെയ്യുക, അവൻ്റെ സിംഹാസനം അവിടെ സ്ഥാപിക്കുക. അതാണ്
മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞേ. അടുത്ത കാര്യം എന്ന് പറയുന്നത് എൻസർക്കിൾമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ട് ദ എനിമി ടു കട്ട് ഓഫ് എസ്കേപ്പ് ആൻഡ് സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസർക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വന്ന് വളയുക. വളഞ്ഞിട്ട് എന്ത് ചെയ്യുക? രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും എന്ത് ചെയ്യുക? അടയ്ക്കുക. അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ലഭിക്കുന്ന സപ്ലൈ, ഈ സൈന്യത്തിന് ലഭിക്കേണ്ടതായ സപ്ലൈ എന്ത് ചെയ്യുക? അവർക്ക് ലഭിക്കുന്ന ആഹാരമോ അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങളോ ഒക്കെ തക്ക സമയത്ത് ലഭിക്കാതെ വരുമ്പോൾ അവർക്കിനി യുദ്ധം ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നതുപോലെ തന്നെയാണ് പിശാച് നമ്മളോടും ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? എൻസർക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുറ്റു വളയുക. വളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ സപ്ലൈ എല്ലാം കട്ട് ചെയ്യുക. അപ്പം നമ്മൾ പല വിഷയങ്ങൾക്കും പ്രാർത്ഥിക്കുന്നു, പക്ഷേ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല. പല കാര്യങ്ങളും ദൈവത്തോട് പറയുന്നു, പക്ഷേ നമുക്ക് ലഭിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ശത്രു എന്ത് ചെയ്തിരിക്കുക? നമ്മളെ വളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശത്രു വളഞ്ഞ് എന്ത് ചെയ്തിരിക്കുക? നമ്മുടെ സപ്ലൈ എല്ലാം അവൻ കട്ട് ചെയ്തിരിക്കുക. അതാണ് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് എന്ത് ലഭിക്കാത്തത്? മറുപടി ലഭിക്കാത്തത്. കാരണം എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മൾ പലതും ചെയ്യുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ മനസ്സിലാക്കാതെയാണ് എന്ത് ചെയ്യുന്നതെന്നറിയുമോ? നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും. അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ആശയവിനിമയം എന്ത് ചെയ്തു? അവൻ ആദ്യം കട്ട് ചെയ്തു. അതിനുശേഷമാണ് എന്ത് ചെയ്തത്? അവൻ എൻസർക്കിൾ ചെയ്യുന്നത്. അവൻ എന്ത് ചെയ്യുക? ചുറ്റി വളയുന്നത്. ചുറ്റി വളഞ്ഞ ശേഷം എന്ത് ചെയ്യുക? നമുക്ക് ലഭിക്കേണ്ട നന്മകളെല്ലാം എന്ത് ചെയ്യുക? തടയുക. നമ്മളിവിടെ ഇരുന്ന് എത്ര ഉപവസിച്ചെന്ന് പറഞ്ഞാലും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അതിനെന്തുണ്ടാകത്തില്ലെന്നറിയാമോ? വ്യക്തമായ മറുപടി ഉണ്ടാകത്തില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? അതിൻ്റെ റൂട്ട് മനസ്സിലാക്കണം. എവിടെയാണ് എൻ്റെ നന്മ തടയപ്പെടുന്നത്, എവിടെയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ തടയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ കണ്ടെത്തണം. അത് കണ്ടെത്തി അവിടെ ആ കമ്മ്യൂണിക്കേഷൻ ശരിയാക്കുമ്പോൾ മാത്രം, ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയാക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ശത്രുവിനോട് റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. മനസ്സിലാക്കണം, ദൈവമക്കൾക്ക് ദൈവം ആയുധം കയ്യിൽ തന്നിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്കറിയാൻ വയ്യാത്തതാണ് നമ്മളുടെ പരാജയം. അതുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ള ആയുധം എപ്രകാരമാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതിനെന്തെല്ലാം പ്രയോജനമുണ്ട്, എങ്ങനെയെല്ലാമാണ് പ്രയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതിയോടുമാണ്. അപ്പോൾ ആ ദുഷ്ടാത്മസേനയോട് യുദ്ധം ചെയ്യുവാൻ ദൈവജനം എപ്രകാരം സജ്ജരാകണം, എക്യുപ്പാകണം എന്നതാണ് ഈ വേദഭാഗത്തിൽ കൂടെ പറയുന്നത്. നമുക്കതിനു വേണ്ടി ആ ദൈവം കൃപ തന്നത്. നാളെ അന്യഭാഷ പറയാനോ ഒരു പ്രവചനത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിസൈനിങ് പവറോ മാത്രമല്ല, പകരം നമുക്ക് ദൈവം തൻ്റെ കൃപയെ, ദാനത്തെ, വരം തന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഈ യുദ്ധകളത്തിൽ അടരാടാൻ വേണ്ടിയാണ്. അതിന് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ചെറുത്ത് നിൽക്കുവാൻ കഴിയത്തുള്ളൂ, എതിർത്ത് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളുടെ ഭാവി കാര്യം പറയാൻ വേണ്ടി ഒരു പ്രവാചകനെ അയക്കുന്നു, ആ പ്രവാചകന് മാത്രം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയാണ്. പക്ഷെ അത് നൈമിഷികമായി ഈ സമയത്തിനകത്തേ ഉള്ളത്. ഒരു പ്രവാചകൻ വന്ന് ദൂത് പറയുമ്പോൾ 2-3 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് ആ ശുശ്രൂഷ തീർന്നു. അതല്ല ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. ആത്മീയ വരം അതല്ല, ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ വേണ്ടിയുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമായിരിക്കും. അപ്പോൾ ഞാൻ 1-2 സ്ട്രാറ്റജി ഇവിടെ പറഞ്ഞു. എന്താണ് ലോകത്തിൻ്റെ പട്ടാളം അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സൈന്യം അവർ ശത്രുവിനെ ജയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ ഹൃദയത്തിൽ ആണിയക്ഷരം പോലെ ദൈവമക്കളെ എഴുതി വെക്കുക. ഇത് ലോകത്തിൻ്റെതായ സ്ട്രാറ്റജിയാണ്. അതേ സ്ട്രാറ്റജി തന്നെയാണ് പിശാച് നമ്മളോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ മറന്നു പോകരുത്, മനസ്സിലാക്കാതിരുന്നാൽ നമ്മൾ പരാജയപ്പെടും. ഞാൻ ഒന്നാമത് പറഞ്ഞത് സർപ്രൈസ് അറ്റാക്ക്, രണ്ടാമത് പറഞ്ഞത് ഡിസെപ്ഷൻ, മൂന്നാമത്തെ കാര്യം ഡിവൈഡ് ആൻഡ് കോൺകർ, നാലാമത് പറഞ്ഞത് ചുറ്റിവളയെ എൻസർക്കിൾ ചെയ്യുക, അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞ് അട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവലി വിയർ ഡൗൺ ദ എനിമീസ് മാൻ പവർ ആൻഡ് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈന്യത്തിൻ്റെ മാൻ പവർ എന്ത് ചെയ്യുക, ശാരീരിക ബലം എന്ത് ചെയ്യുക, അല്ലെ അവരുടെ മെൻ്റൽ പവർ എന്ത് ചെയ്യുക, മാൻ പവർ എന്ത് ചെയ്യുക,
ഇല്ലാതാക്കുക, ആയതുപോലെ അവർക്ക് ലഭിക്കേണ്ടതായ റിസോഴ്സ് നൽകാതിരിക്കുക. അപ്പോൾ ഈ യുദ്ധത്തിന് പോകുന്നതായ പട്ടാളക്കാർ അവർ രോഗികളായി തീർന്നാലോ അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ? അവർ രോഗികളായി തീർന്നു, അവർക്ക് ലഭിക്കേണ്ടതായ ആയുധങ്ങളൊന്നും ലഭിക്കുന്നില്ല, അവർക്ക് എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റും? അപ്പോൾ ശത്രുവും നമ്മളോടുള്ള ബന്ധത്തിലും ശത്രു ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ മാൻ പവർ എന്ന് പറഞ്ഞാൽ നമ്മളെ രോഗിയാക്കുക, നമ്മളെ നിരാശപ്പെടുത്തുക, നമ്മളെ സങ്കടത്തിലാക്കുക, മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം നമ്മുടെ വഴികളെ തടയുക, നമുക്ക് ലഭിക്കേണ്ടതായ റിസോഴ്സൊക്കെ അവൻ മണ്ണിട്ട് മൂടുക, ഇതാ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ തിരിച്ചറിഞ്ഞുവെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇനിയും അടുത്ത കാര്യം എന്ന് പറയുന്നത് ഗറില്ല വാർ എന്നാ പറയുന്നത്. യൂസ് സ്മോൾ മൊബൈൽ അറ്റാക്സ് ഇൻസ്റ്റെഡ് ഓഫ് ഡിറക്റ്റ് ബാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ചെന്ന് എന്ത് ചെയ്യുക? മൊബൈൽ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് ചെന്നിട്ട് എന്ത് ചെയ്യുക? പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ ചെന്നിട്ട് ആ ഗ്രൂപ്പിനോട് എന്ത് ചെയ്യുക? അറ്റാക്ക് ചെയ്യുക. ആ ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത്. നേരിട്ട് ചെന്ന് അറ്റാക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് അപ്പുറവും ഇപ്പുറമൊക്കെ കുറേ ആളുകളെയൊക്കെ ആയിട്ട് അയച്ചിട്ട് എന്ത് ചെയ്യുക? അറ്റാക്ക് ചെയ്യുക. അപ്പം പിശാചും നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മളോടും ചെയ്യുന്ന അറ്റാക്ക് ഇത് തന്നെയാണ്, മൊബൈൽ അറ്റാക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഗറില്ല വാർ. യൂസ് സ്മോൾ മൊബൈൽ അറ്റാക്സ് ഇൻസ്റ്റെഡ് ഓഫ് എ ഡിറക്റ്റ് ബാറ്റിൽ. നേരിട്ട് ചെന്ന് യുദ്ധം ചെയ്യുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യുക? ഓരോ തന്ത്രങ്ങൾ അയക്കുക, ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുക. ഒളിപ്പോര്, ഗറില്ല വാർ. അതെ, താങ്ക് യു പാസ്റ്റർ. ഒളിപ്പോര് എന്ന് പറഞ്ഞാൽ ഒളിച്ചിരുന്ന് എന്ത് ചെയ്യുക? അമ്പ് ചെയ്യുക. നേരിട്ട് വരുത്തില്ല, നേരിട്ട് വന്നാൽ നമ്മൾ മനസ്സിലാക്കും. അവൻ ഒളിച്ചിരുന്ന് എന്ത് ചെയ്യുക? ഇനി ഞാൻ പറയട്ടെ, പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല, ഇതൊക്കെ സെക്കൻഡറിയാണ്. അവൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ സമാധാനം കെടുത്തുക എന്നുള്ളതാണ്. മനസ്സിലാകുന്നു? നമ്മളുടെ സമാധാനം കെടുത്തുക എന്നതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. നമ്മൾ പറയാം, ഇപ്പം നമ്മുടെ വണ്ടി എവിടെയെങ്കിലും തട്ടി, അതിനെന്താ നമ്മുടെ ഭാഷയിൽ പറയുന്നത്? പോരാട്ടമാണ്. നമ്മുടെ വണ്ടിയുടെ തകിട് വളച്ചത് കൊണ്ട് പിശാചൻ എന്തോ നേടാനാ? അല്ലെ വീടിൻ്റെ ഓട് 4 പറന്നുപോയി പൊട്ടിപ്പോയി എന്തോ നേടാനാ? അല്ലെ ഫ്രിഡ്ജിൻ്റെ അല്ലെങ്കിൽ AC കംപ്ലൈൻ്റ് ആയി എന്തോ നേടാനാ പിശാചിന്? എന്തെങ്കിലും നേടാനുണ്ടോ? അതാണ് പ്രധാനം. എന്ത് കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും എങ്ങനെ നമ്മുടെ സമാധാനത്തെ എന്ത് ചെയ്യാം? കെടുത്താം എന്നതാണ് പിശാച് നോക്കുന്നത്. അതിനവൻ പല തന്ത്രങ്ങൾ ഉപയോഗിക്കും. ഗറില്ല വാർ എന്ന് പറഞ്ഞാൽ ഒളിച്ചിരുന്ന് എന്ത് ചെയ്യുക? അപ്പം പെട്ടെന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന AC പെട്ടെന്ന് അങ്ങ് എന്ത് ചെയ്തു? കട്ട് ഓഫ് ആയി. നമുക്ക് എന്നാ സന്തോഷമാണ്, നല്ല ഒരു ഉത്സവം, അല്ലെങ്കിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം, ആണോ? ഒരു കേക്ക് മേടിച്ച് സെലിബ്രേറ്റ് ചെയ്യാം, ആണോ ചെയ്യുന്നത്? നമ്മളങ്ങ് വറീഡാവും. ഇനി എന്താ ചെയ്യുന്നത്? ഇനി അതിന് എത്ര $1 കൊടുത്താൽ പറ്റും? ഇനി ആരെ എവിടെ കിട്ടുന്നത്? നമ്മൾ വറീഡാകുക. അപ്പോൾ അവൻ എന്ത് നേടി? അവൻ ജയിച്ചു. നമ്മളെ വറീഡാക്കിയപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ജയിച്ചു. നമ്മുടെ സമാധാനം കെട്ടു. നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തു. നമ്മുടെ സന്തോഷം കെട്ടു, നമ്മുടെ സമാധാനം കെട്ടു, നമ്മളെ നിരാശരാക്കി. എന്നാലും പെട്ടെന്ന് പോയല്ലോ, വണ്ടിയുടെ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആയി. ജോലിക്ക് വന്നു, വണ്ടി നോക്കിയപ്പം വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ജോലിക്ക് പോവുകയും വേണം, സമയത്തിന് എത്തുകയും ചെയ്യണം. എന്നാ ചെയ്യുന്നത്? ബാറ്ററി ഡൗൺ ആയതുകൊണ്ട് പിശാചൻ എന്ത് നേട്ടമാണ്? വല്ലതും ഉണ്ടോ? ഒരു നേട്ടവും ഇല്ല. പകരം എന്ത് സംഭവിച്ചു? അവൻ നേടിയത് എവിടാ? നമ്മുടെ തളർത്തി, നമ്മുടെ സമാധാനം എന്ത് ചെയ്തു? കെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, പിശാചിൻ്റെ ഏറ്റവും പരമപ്രധാനമായ തന്ത്രം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സമാധാനം കെടുത്തുക. അതിനോട് ബന്ധപ്പെട്ടാണ് ബാക്കി വരുന്നതായ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. അത് തിരിച്ചറിയണം. ഇത് പിശാച് കൊണ്ടുവരുന്നതായ ഒരു തന്ത്രമാണ്. നിനക്കെന്നെ ജയിക്കുവാൻ കഴിയത്തില്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വകയാണ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഈ പടയിൽ പൊരുതുവാൻ എനിക്ക് ആവശ്യമില്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് ഞാൻ പറയണം. ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ എന്നെ എന്ത് ചെയ്യുക? തളർത്തുക, നിരാശപ്പെടുത്തുക, എന്നെ എന്ത് ചെയ്യുക? ക്ഷീണിപ്പിക്കുക.
ഞാൻ ക്ഷീണിച്ച് കഴിയുമ്പോൾ, ഞാൻ നിരാശപ്പെട്ട് കഴിയുമ്പോൾ, എൻ്റെ സമാധാനം കെട്ട് കഴിയുമ്പോൾ എനിക്ക് വേദപുസ്തകം വായിക്കുവാൻ, ബൈബിൾ വായിക്കുവാൻ താല്പര്യം ഇല്ല. എനിക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യം ഇല്ല. എനിക്ക് ഉപവസിക്കുവാനും ദൈവിക കൂട്ടായ്മയ്ക്കും എനിക്ക് താല്പര്യമില്ല. ഇത് ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. നമ്മൾ ചർച്ചിൽ വരുന്നുണ്ട്, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ലഭിക്കുന്നില്ല? ആത്മാവിൽ സന്തോഷം ലഭിക്കുന്നില്ല. പുറമേയൊക്കെ സന്തോഷം കാണിക്കുന്നുണ്ട്, പക്ഷേ ആത്മാവിലുള്ള യഥാർത്ഥ സന്തോഷം നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നില്ല. ഇവിടെ വചനം വായിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ഉപവസിക്കുന്നതിലും ഒക്കെ നമ്മൾ എന്തായി തീർന്നു? പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പിന്നാകട്ടെ, അടുത്ത ദിവസമാകട്ടെ, മാറ്റിവെക്കുക. ഇങ്ങനെ മാറ്റിവെച്ചപ്പോൾ നമ്മൾ ലേസിയായപ്പോൾ അതിനോട് ചേർന്ന് എന്തു വന്നു? ടയേർഡ്നെസ് വന്നു. ഈ 3 കാര്യവും ഒന്നിച്ചു വരുന്നതാ. ശ്രദ്ധിക്കുക, ഈ 3 കാര്യവും നാളെ ആകട്ടെ, അല്ലെ പിന്നാകട്ടെ, അടുത്ത ദിവസമാകട്ടെ, അടുത്ത ദിവസം വായിക്കാം, അടുത്ത ദിവസം പ്രാർത്ഥിക്കാം, അടുത്ത ദിവസം ഉപവസിക്കാം. ഇതോടുകൂടി ലേസിനെസ് കടന്നു വരിക. ഈ ലേസിനെസ് കടന്നു വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടയേർഡാകുന്നത്. ഇപ്പം ജോലിയിലാണേലും പഠനത്തിലാണേലും ആത്മീയ വിഷയങ്ങളിലാണേലും ഇത് 3 കൂടെ ഒന്നിച്ചാണ് വരുന്നത്. ഇത് 3 കൂടെ ഒന്നിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തായി തീർന്നു? ക്ഷീണിച്ചു, പിശാചിൻ്റെ ആയുധമായി കഴിഞ്ഞു. അവനിനി എങ്ങനെ വേണേലും നമ്മളെ എന്ത് ചെയ്യാം? എങ്ങോട്ട് വേണേലും ഉരുട്ടുകയും പരട്ടുകയും ചെയ്യാം. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തതാണ് അവൻ്റെ വിജയം, നമ്മുടെ പരാജയം. മനസ്സിലാവുന്നു? അവൻ്റെ വിജയം നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾക്ക് ജ്ഞാനം പ്രാപിക്കാൻ കഴിയുന്നില്ല. വചനത്തിൽ കൂടെ ജ്ഞാനം നമുക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റുന്നില്ല. കർത്താവിൽ ആശ്രയിക്കുവാൻ കഴിയുന്നില്ല. നമ്മുടെ ആശ്രയം കുറച്ചു, നമ്മുടെ ബലം കുറച്ചു, നമ്മളെ ക്ഷീണിപ്പിച്ചു. അവൻ ജയിച്ചു, നമ്മൾ തോറ്റു. നമ്മളും പോരാടാൻ നിൽക്കുക. നമ്മൾ ആഖാനെ പോലെ എവിടെ നിൽക്കുക? മുൻപിൽ നിൽക്കുക. ബാബിലോണിയ മേലെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ആകാത്തതൊക്കെ കൊണ്ടൊന്ന് മറച്ചു വെച്ചിട്ട് നമ്മൾ യുദ്ധത്തിന് വേണ്ടി മുമ്പിൽ നിൽക്കുക. ഹായ് പിടിക്കാൻ പറ്റുമോ? യുദ്ധത്തിൽ ജയിക്കാൻ പറ്റുമോ? ഇതേ ഉള്ളൂ നമ്മുടെ പ്രശ്നം, മറ്റൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം ഇത് തന്നെയാണ്. ഇതിനെന്ന് അറുതി വരുത്തുവാൻ അവരവർ താല്പര്യപ്പെടുമോ, അപ്പോൾ മാത്രമാണ് ഉണർവുണ്ടാകുന്നത്. ഇത് ഞാൻ വാദവരാതെ പറഞ്ഞിട്ടോ ദേവദാസന്മാർ വാദവരാതെ ഇവിടെ പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. ഇതിന് അവരവർ തന്നെ മുൻകൈ എടുത്തുവെങ്കിൽ മാത്രമേ ശത്രുവിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. മനസ്സിലാക്കുക. ഇപ്പം ഞങ്ങൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു, നിങ്ങൾ അരമണിക്കൂർ സ്തോത്രം പറഞ്ഞ്, അല്ലെ ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ സ്തോത്രം പറഞ്ഞെന്നിരിക്കാം. അതുകൊണ്ടൊന്നും ആയിട്ടില്ല. അവൻ സന്തോഷിക്കത്തേ ഉള്ളൂ. അതിന് നാം തിരിച്ചറിയണം, എവിടെയാണ് എൻ്റെ പരാജയം പറ്റിയത്, എവിടെയാണ് അവൻ എന്നെ പരാജയപ്പെടുത്തിയതെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നറിയാമോ? നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഞാൻ കുറേ തന്ത്രങ്ങളിൽ പറഞ്ഞു എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഇനി 1-2 കാര്യങ്ങൾ കൂടെ പറയാം. അടുത്തതെന്ന് പറയുന്നത് സീജ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാന്നറിയോ? കോട്ട കെട്ടുക. കോട്ട കെട്ടിയിട്ട് അതിനകത്ത് നമ്മളെ എന്ത് ചെയ്യുക? പുറത്തു വരാതെ അതിനകത്ത് ഒതുക്കുക. നമ്മുടെ എല്ലാ വഴിയും എന്ത് ചെയ്യുക? അടയ്ക്കുക. കോട്ട കെട്ടി ഇനി ഇതിനകത്തൊന്ന് പുറത്ത് പോകാതെ നമ്മളെ കോട്ട കെട്ടി അതിനകത്ത് അടച്ച്, മുമ്പ് ഓർമ്മപ്പെടുത്തിയ പോലെ നിരാശപ്പെടുത്തി സങ്കടപ്പെട്ടു, ഇനിയും പ്രാർത്ഥിച്ചിട്ട് കഥയില്ല, എനിക്ക് മാത്രമേ ഉള്ളല്ലോ, എൻ്റെ കുടുംബത്തിന് മാത്രമേ ഉള്ളല്ലോ, എൻ്റെ തലമുറയ്ക്ക് മാത്രമേ ഉള്ളല്ലോ, എനിക്ക് മാത്രമേ പ്രശ്നമുള്ളല്ലോ. ഇത് കൊണ്ടുവന്ന് നമ്മളെ കോട്ട കെട്ടി കോട്ടയ്ക്കകത്താക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലിങ്കിങ്, അറ്റാക്ക് ഫ്രം ദ സൈഡ്സ് ഓർ റെയർ വെയർ ഡിഫൻസ് ആർ വീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ് ചെയ്യുവാൻ, ചെറുത്ത് നിൽക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ടതായ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ബലഹീനമായ ഭാഗത്തുകൂടെ എന്ത് ചെയ്യുക? ഇവൻ പ്രവേശിക്കുക. മനസ്സിലാവുന്നു? ഫ്ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലഹീനമായ ഭാഗത്തൂടെ അകത്ത് കയറുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഞാനിപ്പം പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ഉത്സാഹിക്കുന്നു, ഒക്കെ ശരിയാ. എൻ്റെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, അവർക്കും ഈ താല്പര്യമില്ല, അവർക്ക് വേണ്ടത്ര താല്പര്യവും ഉത്സാഹവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവരിൽ കൂടെ എന്ത് ചെയ്യും? പിശാച്
അകത്ത് കടന്നിട്ട് എൻ്റെ സ്വസ്ഥത കെടുത്താൻ ശ്രമിക്കും. ഇതാണ് കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്, ഇത് തന്നെയാണ് സഭയിലും സംഭവിക്കുന്നത്, ഇത് തന്നെയാണ് വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫ്ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലഹീനമായ ഭാഗം ഏതുണ്ട്, നമ്മുടെ ബലഹീനത നമ്മളെക്കാൾ നന്നായിട്ട് ആർക്കാ അറിയാവുന്നതെന്ന് അറിയാമോ? നമ്മുടെ വീക്ക്നെസ് ആർക്കാ നന്നായിട്ട് അറിയാവുന്നത്? പിശാചിന. നിങ്ങൾ ദ്രവ്യാഗ്രഹിയാണോ? അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് ചില വിഷയങ്ങളിൽ പരാജയപ്പെട്ട ആളാണോ? നിങ്ങളുടെ ബലഹീനത, നമ്മുടെ ബലഹീനത എന്താണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നതിനേക്കാൾ നന്നായിട്ട് പിശാചിനറിയാം. ആ ഭാഗത്തുകൂടെയാണ് അവൻ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? അറ്റാക്ക് ചെയ്യുന്ന, പ്രവേശിച്ചിട്ട് അവൻ്റെ സിംഹാസനം അവിടെ സ്ഥാപിക്കും. നമ്മൾ അപ്പോഴും പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ചർച്ചയിൽ വരുന്നുണ്ട്, കർത്തൃമേശ പങ്കെടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പഴുതടയ്ക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ലെന്നറിയാം? അവനോട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ വരുന്ന ബലഹീനമായ വശം ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയാത്തോടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ലെന്നറിയാമോ? നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മുടെ കുറിവാക്യം എന്താ ഞാൻ പറഞ്ഞത്? എങ്ങനെയാണ് നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്നത്, നമ്മുടെ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, നമ്മൾ ബാറ്റിൽ ഫീൽഡിൽ എങ്ങനെ സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അന്യഭാഷ പറയുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, സ്വത്രാഴ്ച ഇടുന്നുണ്ട്, ഇതൊക്കെ ശരിയാ. പക്ഷെ ശത്രുവിനെ ജയിക്കാൻ ഇതൊന്നും മതിയായതല്ല. ശത്രുവിനെ ജയിക്കാൻ ദൈവവചനപ്രകാരം ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ നിന്നെങ്കിൽ മാത്രമേ ശത്രുവിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ല എങ്കിൽ ഓടിയതും അധ്വാനിച്ചതും എന്തായിത്തീരുമെന്നറിയാമോ? വൃതാവായിത്തീരും. വേഗത്തിൽ 1-2 കാര്യങ്ങൾ പറയട്ടെ. അടുത്ത കാര്യം എന്ന് പറയുന്നത് കട്ടിങ് സപ്ലൈ ലൈൻ, പ്രിവെന്റ് ദി എനിമി ഫ്രം റിസീവിങ് ഫുഡ്, അമ്യൂണേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധക്കളത്തിലായിരിക്കുന്നവർക്ക് ലഭിക്കേണ്ടതായ സപ്ലൈ കട്ട് ചെയ്യുക. ആഹാരം, യുദ്ധോപകരണങ്ങൾ, അവർക്ക് സമയാസമയങ്ങളിൽ ലഭിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അതിനെ ഇല്ലാതാക്കി കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ശത്രു പരാജയപ്പെട്ടു, അവർക്ക് യുദ്ധം ചെയ്യാനോ റെസിസ്റ്റ് ചെയ്യാനോ കഴിയത്തില്ല. ഇതാണ് നമ്മളോടും ചെയ്യുന്നത്. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ റിസോഴ്സൊക്കെ എന്ത് ചെയ്യുക? നമുക്ക് നമ്മുടേതായ യുദ്ധോപകരണങ്ങൾ. നമ്മളുടെ യുദ്ധോപകരണങ്ങൾ എന്താണ്? അക്ഷരികമാണോ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ? എന്തല്ല, ജഡീയങ്ങളല്ല. പിന്നെന്താ? കോട്ടകളെ, ശത്രുവിൻ്റെ കോട്ടയെ, സീജിനെ എന്ത് ചെയ്യുക? ഇടിക്കുവാൻ തക്കതായ ശക്തിയുള്ളതാ. ആണോ അല്ലയോ? ആണെന്ന് നമ്മൾ പറയുന്നത്, വേദപുസ്തകം അങ്ങനെ പറയുന്നത്. പക്ഷേ നമ്മളോടുള്ള ബന്ധത്തിൽ ശക്തി ഉണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കുക. ഇനി അടുത്ത കാര്യം വേഗത്തിൽ പറയുന്നു, സൈക്കോളജിക്കൽ വാർഫെയർ. മനഃശാസ്ത്രപരമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ സൈന്യത്തിൻ്റെ മനോബലം എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക, കുറയ്ക്കുക. അത് തന്നെയാണ് പലപ്പോഴും നമ്മളോടും ചെയ്യുന്നത്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പറയാം. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ് വാർഫെയർ. ഹോൾഡ് സ്ട്രോങ് പൊസിഷൻ ആൻഡ് ഫോഴ്സ് ദ എനിമി ഇൻ ടു കോസ്റ്റ്ലി അറ്റാക്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻസീവ് വാർ എന്ന് പറയുമ്പോൾ ഹോൾഡ് സ്ട്രോങ് പൊസിഷൻ, പ്രത്യേക സ്ഥലങ്ങളിൽ അവൻ സ്ഥാനം പിടിച്ചിട്ട് എന്ത് ചെയ്യുക? സ്ട്രോങ് ആയി നിന്നുകൊണ്ട് എങ്ങനെ തകർക്കാൻ വേണ്ടിയുള്ളതായ ശ്രമം. ഓക്കെ, പ്രതിരോധ ശക്തി ഇല്ലാതാക്കുക. അതാണ് അവൻ ചെയ്യുന്നത്. അടുത്ത വേഗത്തിൽ പറയുന്നു 12ാമത്തെ കാര്യം, സ്കോർച്ച്ഡ് എർത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് റിസോഴ്സ് ദാറ്റ് കുഡ് ബെനിഫിറ്റ് ദി അഡ്വാൻസിങ് എനിമി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ, ഇപ്പം അമേരിക്ക പോയിട്ട് ഇറാനിൽ ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇറാൻ എന്താണ് അമേരിക്കയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത്? ഗൾഫിലുള്ള ഇവരുടെ പോക്കറ്റുകളൊക്കെ എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക. അത് തന്നെ. അപ്പം നമ്മളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളും നമ്മളുടേതായ പ്രാർത്ഥനാ ജീവിതവും നമ്മളുടേതായ അങ്ങനെയുള്ളതായ റിസോഴ്സിനെ എന്ത് ചെയ്യുക? അവൻ ബോംബിട്ട് തകർക്കുക, നശിപ്പിക്കുക, അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക. അപ്പോൾ 12 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ശ്രദ്ധിച്ചവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പോരാടിയെങ്കിൽ മാത്രമേ ശത്രുവിനോട് ജയിക്കാൻ കഴിയത്തുള്ളൂ. വേദവചനത്തിൽ നിന്ന് പല കാര്യങ്ങളും ഇതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. സമയത്തിൻ്റെ അഭാവം കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.